ഉദുമ ബാര മുക്കുന്നോത്ത് പ്രവാസിയുടെ വീട്ടിൽ വൻ കവർച്ച. വീടിന്റെ മുൻഭാഗത്തെ വാതിൽ കുത്തിത്തുറന്ന് അകത്തു കടന്ന മോഷ്ടാക്കൾ അലമാരയിലുണ്ടായിരുന്ന 6.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും 5000 രൂപയും കവർന്നു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ബാര മുക്കുന്നോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന് മുൻവശത്തെ പ്രവാസിയായ മുരളിയുടെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി കവർച്ച നടന്നത്. മുരളി ഇപ്പോൾ വിദേശത്താണ്. മുരളിയുടെ ഭാര്യയും കുട്ടികളും ഭാര്യാമാതാവുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. ഭാര്യയുടെ മാതാവിന്റെ മാതാവ് അടുത്തിടെ മരണപ്പെട്ടിരുന്നു. അതിനാൽ ഭാര്യാമാതാവ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെയാണ് താമസം. അന്നു മുതൽ മുരളിയുടെ ഭാര്യയും കുട്ടികളും തൊട്ടടുത്തുള്ള പിതാവിന്റെ വീട്ടിലാണ് അന്തിയുറങ്ങുന്നത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ പതിവ് പോലെ ഇവർ അവിടേക്ക് പോയിരുന്നു. ശനിയാഴ്ച രാവിലെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. അകത്തു കയറി നോക്കിയപ്പോൾ അലമാരയും തുറന്നു കിടക്കുന്നതായി കണ്ടെത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അലമാരക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന 2 പവൻ തൂക്കം വരുന്ന ലോക്കറ്റോട് കൂടിയ ചെയിൻ, 1 പവൻ തൂക്കം വരുന്ന സച്ചിൻ ചെയിൻ, 1.5 പവൻ തൂക്കം വരുന്ന വള, 1/2 പവൻ തൂക്കം വരുന്ന വിവാഹ മോതിരം, 2 ഗ്രാം തൂക്കം വരുന്ന കല്ലുവെച്ച മോതിരം, 1/2 പവൻ തൂക്കം വരുന്ന ഒരു ജോഡി റിങ്ങും മുത്തുമുള്ള കമ്മൽ, 2 ഗ്രാം തൂക്കം വരുന്ന ഡയമണ്ട് സ്റ്റഡ്, 1 പവൻ തൂക്കം വരുന്ന കൈചെയിൻ എന്നിങ്ങനെയായി ആകെ 6.5 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്യപ്പെട്ടതായി മനസ്സിലായത്. ഇതുകൂടാതെ മറ്റൊരു മുറിയിൽ ബാഗിലെ പേഴ്സിൽ സൂക്ഷിച്ചിരുന്ന 5000 രൂപയും കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ആകെ 6,30,000 രൂപ വില വരുന്ന മുതലുകളാണ് കള്ളനോ കള്ളന്മാരോ മോഷ്ടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. വീടിന്റെ സിറ്റ് ഔട്ടിൽ ഒരു കൈക്കൂട്ട് കൊണ്ടുവച്ച നിലയിലും ഉണ്ടായിരുന്നു. രാത്രി ഒരു 9 മണിയാകുമ്പോൾ വാതിൽ കൂട്ടി അച്ഛൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാൻ രാവിലെ ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നത് ഒരു 7:20 ആകുമ്പോൾ. അപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ട്. പിന്നെ സോഫയിൽ കൈക്കോട്ട് വെച്ചിട്ടുണ്ട്. ഷെൽഫിന്ന് വാതിൽ തുറന്ന് ചാവിയിട്ട് വാതിൽ തുറന്നിട്ട് ഷെൽഫിന്ന് സ്വർണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ബാഗിൽ നിന്ന് ഒരു 5000 രൂപ പോയിട്ടുണ്ട്. സ്വർണം 2 മാല, 1 വള, 2 മോതിരം, 2 കമ്മൽ, 1 കൈച്ചെയിൻ. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ മേൽപ്പറമ്പ് പോലീസ് പ്രാഥമിക പരിശോധനകൾ നടത്തി. പിന്നാലെ പോലീസ് നായയും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. വീട്ടിൽ രാത്രി ആൾതാമസം ഇല്ലാത്തതറിഞ്ഞ ആരെങ്കിലുമായിരിക്കാം കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് നാട്ടുകാർ സംശയിക്കുന്നത്. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പോലീസിന്റെ അന്വേഷണം. ന്യൂസ് ബ്യൂറോ, ഉദുമ.